ഹല്ലേലൂയ. ശക്തമായിട്ട് നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ ഇന്ന് രാവിലെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ കർത്താവ് ഈ അവസരം നൽകുന്നു. ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. I thank God for the opportunity God has given us this morning again to be in the presence of the Lord. കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. Last Sunday, as you know, we were not here as a family, we were on vacation. ഞങ്ങളെ നിങ്ങളെല്ലാം മിസ് ചെയ്തതിന് വളരെ നന്ദി. I know you missed us. We thank you for that. And good to be back with all of you, to see your smiling faces. It is such a joy. ഇന്ന് നിങ്ങളോട് കൂടി ആയിരിക്കാനും നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ കാണുവാനും ദൈവം സഹായിച്ചതിനായി സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഫാമിലിയെക്കുറിച്ച്, ഗോഡ്സ് ബ്ലൂ പ്രിന്റ് ഫോർ ദ ഫാമിലി, കർത്താവിൻ്റെ ബൃഹത്തായിട്ടുള്ള കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ചാണ് പദ്ധതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. We have been thinking and hearing about God's plan for the family and how God has put us in motion. ആദ്യം നമ്മൾ ഡീൽ ചെയ്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ഫാമിലി ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ്സ് വേർഡ്, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്നുള്ള വിഷയമാണ് നമ്മൾ നോക്കിയത്. First we talked about the significance of family according to the word of God. ഞാൻ അതിലേക്ക് പോയി ഇനിയും അതിനെ എക്സ്പാൻഡ് ചെയ്യാനോ കൂടുതൽ സമയമെടുക്കാനോ താല്പര്യപ്പെടുന്നു. I don't want to go back to the subject and belabor that point anymore. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ അതിനെ തുടർന്ന് രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ ഡീൽ ചെയ്തത് ഒരു ഗോഡ്ലി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. The second part of that series was godly marriage and how God intended that to be. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് what makes ഇന്ന് ബിബ്ലിക്കൽ പേരന്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് രാവിലെ നമ്മൾ. And the third part of that is biblical parenting, and that's what we're going to discuss this morning. നമുക്ക് ആധാരമായിട്ട് വളരെ പരിചിതമായിട്ടുള്ളൊരു വാക്യം വായിച്ചു തുടങ്ങാം. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. Let us read a very familiar passage in relationship to that. Proverbs chapter 22 verse 6. എത്ര പേർക്ക് ആ വാക്യം കാണാതെ അറിയാം? കാണാപ്പാഠം. How many of you have memorized that verse? Can I see your hands? I'm sure many of you, but you may not know the reference, right? Amen. അവിടെ നമ്മൾ വായിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. It says train a child in the way he should go, and when he is old he will not return from it. എന്താണ് ബിബ്ലിക്കൽ പേരന്റിങ് എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്ന പേരന്റിങ് എന്താണ്? So what is truly the biblical parenting, or what the Lord asking us to do? 1847 ജനിച്ച് മിലാനിൽ ജനിച്ച് 1931 ന്യൂജേഴ്സിയിലെ ഓറഞ്ചിൽ മരിച്ച ഒരു മഹാനായ മനുഷ്യനുണ്ട്. There was a famous person who was born in 1847 in Milan, Italy, and he passed away in 1931 in New York. New Jersey. അദ്ദേഹത്തിന്റെ പേര് തോമസ് ആൽവ എഡിസൺ എന്നായിരുന്നു. His name was Thomas Edison. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥ വായിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. I remember a story reading about him. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ എഡിസന്റെ കയ്യിൽ ഒരു ചെറിയ പേപ്പർ കഷ്ണം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. And when this boy came back from home, he had a small piece of paper in his hand. അത് തൻ്റെ അമ്മയുടെ കരത്തിൽ ആ പേപ്പർ കൊടുത്തു. He gave that paper to his mother. എന്നിട്ട് പറഞ്ഞു, മമ്മി, ഇതെന്റെ ടീച്ചർ എനിക്ക് എൻ്റെ കയ്യിൽ തന്നതാണ്, ഇത് മമ്മി മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാ തന്നിരിക്കുന്നത്. And the boy told the mother, my teacher gave me this, and he has instructed that you only read this. അതുകൊണ്ട് അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് എന്നോട് ദയവായിട്ട് പറയണം. So he said, can you tell me what is written on that paper? ഈ അമ്മ ഈ പേപ്പർ നിവർത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീരിനാൽ നിറഞ്ഞു. As the mother was reading this note, her eyes were filled with tears. ഒരു നിമിഷം നിശ്ചലയായി നിന്നിട്ട് അവൾ ആ കത്ത് തന്റെ മകന് വായിച്ചു കൊടുത്തു. And she was quiet for a few minutes, and then she read the letter to the son. ലെറ്ററിൽ ഇങ്ങനെ പറയുന്നു എന്നാ അവൾ പറഞ്ഞത്. And this is what the mother said, that it is in the letter. Your son is a genius. നിന്റെ മകന് ഒരു വളരെ ബുദ്ധിമാനാണ്. And this school is too small for him.
and doesn't have enough good teachers to teach him. ഈ സ്കൂൾ ഒരു ചെറിയ സ്കൂളാണ്, നിന്റെ മകനെ പഠിപ്പിക്കാനായിട്ടുള്ള ഇനഫ് ടീച്ചേഴ്സ് ഈ സ്കൂളിൽ ഇല്ല എന്നായിരുന്നു അതിനകത്ത് എഴുതിയത്. അതുകൊണ്ട് നീ തന്നെ അവനെ വീട്ടിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. Because of that you should teach him yourself at home. അപ്പം നമുക്കറിയാമല്ലോ, അതിനുശേഷം ഈ മാതാവ് എഡിസന്റെ വിദ്യാഭ്യാസം ഏറ്റെടുത്തു. So the mother took on the responsibility of educating his son. Series of inventions, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ലോകത്തിൽ നടത്തിയിട്ടുള്ള ആളുകൾ ഒന്നായിട്ട് എഡിസൺ, തോമസ് ആൽവ എഡിസൺ മാറി. As you know, he has done many inventions in the world, and we all know the story. ഇന്ന് നമ്മളൊക്കെ ഈ വെളിച്ചത്തിൽ ഇരിക്കുന്ന അല്പം വെട്ടം കുറഞ്ഞു പോയാൽ കംപ്ലൈന്റ് ചെയ്യുന്ന ഈ ലൈറ്റ് ബൾബ് തൊട്ട് അനേക കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവായിരുന്നു തോമസ് ആൽവ എഡിസൺ. He was the inventor of the light that we sit under, and when we are we often complain about the lights, but that was his invention as well. Movie cameras, alkaline storage batteries, everything, all these were invented by this man. മൂവി ക്യാമറ മുതൽ ബാറ്ററി മുതൽ അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ഇൻവെന്റ് ചെയ്തിരുന്നു. അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എഡിസന്റെ മാതാവ് മരിച്ചു. Many years later his mom passed away. വലിയ ലോകം എമ്പാടും അറിയപ്പെടുന്ന വലിയ ഇൻവെന്ററായിട്ട് എഡിസൺ മാറി. Edison became a well-known inventor throughout the world. ഒരു ദിവസം തൻ്റെ മാതാവിൻ്റെ ക്ലോസറ്റ് എല്ലാം ഇങ്ങനെ അത് സെർച്ച് ചെയ്ത് ചെന്നപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് ചെന്നപ്പോൾ, As he was clearing his mom's closet after she passed, ഒരു ചെറിയ പേപ്പർ തുണ്ട് കണ്ടു. and he saw a small note. അത് പണ്ട് ആ ടീച്ചർ ഈ മാതാവിന് വേണ്ടി കൊടുത്തുവിട്ട ആ പേപ്പർ തുണ്ട്. And that was the same note that the teacher sent to the mother. ആ പേപ്പർ തുണ്ട് എഡിസൺ എടുത്ത് നിവർത്തി അതിലേക്ക് നോക്കി. And he opened that note again and looked at it. എന്നിട്ട് അതിങ്ങനെ വായിച്ചു. And then he read it like this. Your son is mentally deficient. നിന്റെ മകൻ ഒരു മാനസിക ബുദ്ധി ഉള്ള ഒരു കുട്ടിയാണ്. We cannot let him attend our school anymore and he is expelled. ഞങ്ങളുടെ സ്കൂളിൽ ഇനി അവനെ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവനെ എക്സ്പെൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാ ടീച്ചർ എഴുതി അയച്ചത്. That's what the teacher had written. അമ്മ അവന് വായിച്ചു കൊടുത്ത യുവർ സൺ ഈസ് എ ജീനിയസ്. Mother read that note as your son is a genius. We don't have enough teachers to teach him. അവനെ പഠിപ്പിക്കാനായിട്ട് ഇനി ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഇല്ല. അപ്പോൾ അതിനുശേഷം എഡിസൺ തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയെന്നാ പറയുന്നത്. And it is written that Edison wrote this in his journal. Thomas Edison was a mentally deficient child. തോമസ് എഡിസൺ ഒരു ബുദ്ധിഹീനനായ ഒരു കുട്ടിയായിരുന്നു. But his mother turned him into the genius of the century. അവന്റെ മാതാവ് അവനെ ഒരു നൂറ്റാണ്ടിന്റെ ഒരു ജീനിയസ് ആയിട്ട് അവനെ കൺവേർട്ട് ചെയ്തു. Hallelujah. Amen. Hallelujah. Hallelujah. പേരന്റിങ്ങിന്റെ പവർ നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? How many of you understand the power of parenting? പലപ്പോഴും നമ്മളിത് അറിയാതെയാ നമ്മൾ പേരന്റിങ്ങിന്റെ പവറിനെ ഒരു ചെറിയ മോൾഡിൽ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക. Many times we contain the power of parenting in a mold. അവർക്ക് പാർക്കാൻ ഒരു വീടുള്ളതാ പേരന്റിങ്ങിന്റെ ലിമിറ്റ് എന്നാ നമ്മൾ ഓർക്കുന്നത്. Many times we understand the definition of the limitation of parenting to be have a home for your children. അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാ പേരന്റിങ്ങിന്റെ മഹത്വമായിട്ട് നമ്മൾ മനസ്സിലാക്കി. Many times we misunderstand the parenting to be giving an opportunity for your children to be educated. അവരെ വിവാഹം കഴിപ്പിച്ച് സെറ്റിൽ ആക്കുക എന്നുള്ളതാണ് പേരന്റിങ്ങിന്റെ മഹത്വം. We also misunderstand it to be settling them or getting them married and sending them off. ദൈവം ആക്കി വെച്ചിരിക്കുന്ന കുടുംബങ്ങൾ, പേരന്റ്സ്, എന്തുമാത്രം വലിയ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. But you know what godly parents God has entrusted them with great responsibilities. ഉത്തരവാദിത്തങ്ങൾ നമ്മളെല്ലാം അതാത് സമയങ്ങളിൽ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. Oftentimes we forget the responsibilities God has placed on us. ഇന്നും അതിനെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ എന്നെ കേൾക്കുന്നവരുണ്ടായേക്കാം. There are many who are sitting here may not understand the depth of the responsibilities. ഒരുപാട് നെഗറ്റീവ് പേരന്റിങ് നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. Many of us practice negative parenting in our homes. പലപ്പോഴും നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നത് നെഗറ്റീവ് പേരന്റിങ്ങിന്റെ വാക്കുകളാണ്. Many times the words that are resounding in our homes are probably negative parenting.
നമ്മുടെ ഭവനങ്ങളിൽ കേൾക്കാറുണ്ട്, യു വിൽ നെവർ amount to anything. നീ ഒന്നും ഒരിക്കലും ആകത്തില്ല. Sometimes we hear these negative words, or you will never amount to anything, maybe in our home. ചിലപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് തുലനപ്പെടുത്തിക്കൊണ്ട് ചോദിക്കും, നിനക്ക് നിന്റെ സഹോദരനെ പോലെ സഹോദരിയെ പോലെ ആയിക്കൂടെയോ? Maybe you compare your children, hey, why can't you be like your brother or sister? ചിലപ്പോൾ നമ്മൾ ചോദിക്കും, നിനക്കെന്താ എല്ലാം അറിയേണ്ട ആവശ്യം എന്തോ? ഓൾവേസ് ക്യൂരിയസ്. Sometimes we tell them, why do you need to know all these details? ചിലപ്പം പറയും, നീ കുഴി മടിയനാ. Sometimes you say you're a lazy person. അല്ലെങ്കിൽ പറയും, നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. Sometimes you say you will never amount to anything. നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര ശക്തി. Our words have great power. നമ്മുടെ ഭവനങ്ങളിൽ ഒരിക്കലും ഉപയോഗിക്കരുതാത്ത അനേക വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മക്കളോട്. We often use words that we should never ought to use in our homes. നമ്മൾ പലപ്പോഴും അവരെ കമ്പയർ ചെയ്തിട്ട് പറയും, ഇന്നരത്തെ ഇന്നാരുണ്ടല്ലോ, ഇന്നാരെ പോലെയാണ് നീ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈവിൾ ആയിട്ടുള്ള ആളിനോട് തുലനപ്പെടുത്തി നമ്മൾ പറയും. Sometimes you compare your children to people that you should not compare them to. അല്ലെങ്കിൽ നമ്മൾ പറയും, ഐ എം സോ ഡിസപ്പോയിന്റഡ് വിത്ത് യു. അല്ലെങ്കിൽ പറയും, നിന്നെ കൊണ്ട് ഞാൻ മടുത്തു എന്ന് ചിലപ്പോൾ പറയും. യെസ്, ഇതൊക്കെയാണ് നമ്മൾ ഭവനങ്ങളിൽ കേൾക്കുന്ന നെഗറ്റീവായിട്ടുള്ള കമന്റ്സ്. These are the comments we often hear in our homes. നമ്മുടെ വീടുകളിലുണ്ടോ ഇതൊക്കെ? Does this exist in our homes? ഇതിനായിട്ട് നമ്മൾ അനേക കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വീടുകളിൽ നെഗറ്റീവ് പേരന്റിംഗ് ആയിട്ട് ഒരുപാട് ബിഹേവിയറൽ ആയിട്ടുള്ള നമ്മുടെ ആചരണങ്ങളിൽ, സ്വഭാവത്തിൽ, പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. There are many things that show up in our parenting techniques at home that are not wholesome. ചില വീടുകളിൽ ഹാർഷ് ഡിസിപ്ലിൻ, ഭയങ്കര കർശനമായിട്ടുള്ള അച്ചടക്കമാണ്. In some homes there is very harsh discipline involved. എഴുന്നേൽക്കുന്നത് ഒരു വശത്തൂടെ ആയിരിക്കണം, കിടക്കുന്നത് മറ്റൊരു വശത്തൂടെ. You should get up on this side of the bed and go to bed on the other side. ഞാൻ ചെറിയൊരുതാണ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാറ്റിലും വളരെ കർശനമായിട്ടുള്ള അച്ചടക്കം. I'm just using a simple example, but in everything very harsh and strict discipline. കുഞ്ഞുങ്ങൾക്ക് ഒരു ഫ്രീഡവും തോന്നാത്ത ഒരു ഭവന അന്തരീക്ഷം. And children does not feel like any freedom is given to them in a home environment. നമ്മുടെ എത്ര ഭവനങ്ങളിലെ കുഞ്ഞുങ്ങൾ ആഗ്രഹത്തോടെ പപ്പായുടെയും മമ്മിയുടെയും അല്ലെ പേരൻസിൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെ ഒന്ന് ആയിരിക്കാനുള്ള ആഗ്രഹത്തോടെ പഠന സ്ഥലത്ത് നിന്ന്, ജോലി സ്ഥലത്ത് നിന്ന്, ദൂരെ പോയിടത്തു നിന്നൊക്കെ വരാനിടയാകും. How many children would long to come home to be with their siblings and their parents to have a enjoyable time? പിന്നെ കിരാതമായ ഭരണങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്തേക്കല്ല, പ്രത്യുത എന്നെ സ്നേഹിക്കുന്ന, വളരെ ഊഷ്മളമായ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വരുന്നു എന്നുള്ള ഓർമ്മയോടെ അവർ വരണം. And they should come to a home where they are loved and cared for. They will look forward that opportunity than a cruel place where they don't belong. ഒരുപാട് സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ അങ്ങ് നിഗ്ലക്റ്റ് ചെയ്തിരിക്കുക. വേണമെങ്കിൽ പഠിച്ചു, വേണമെങ്കിൽ വളർന്നു, വേണമെങ്കിൽ ജീവിച്ചു, വേണമെങ്കിൽ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്നാ പറയും. In many homes children are neglected. They just grow up just like they just exist. ചില ഭവനങ്ങളിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല, സ്ഥിരതയേ ഇല്ല. In many homes there is no consistency in discipline. ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. One day they're told one thing, the next day is something different. കുഞ്ഞുങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി. ഇതെന്തോ ഞാൻ കേൾക്കുന്നത്, ഇന്നലെ വേറൊന്നാ കേട്ടത്, ഇന്ന് വേറൊന്നാ കേട്ടത്. The children are confused that you are not consistent in your messaging. ചില ഭവനങ്ങളിൽ ക്രിറ്റിസിസം മാത്രമേ കേൾക്കാനുള്ളൂ. In some homes there's only criticism that exists. ഏറ്റവും ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുകയും പറയുകയും ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ പശ്ചാത്തലത്തിൽ വളർന്നവരായിരിക്കും. And many of those people who become critiques grew up in a critical home. ഇവിടെ അങ്ങനെ ആരുമില്ല അല്ലേ? I hope nobody is like that here. ഒരുപാട് ക്രിറ്റിസിസം, നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ മാത്രം, വിമർശന ശരങ്ങൾ മാത്രമേ പല ഭവനങ്ങളിൽ. They have only heard growing up critical conversations. Everything was criticism. വീട്ടിലാരെ കുറിച്ചും പറയാൻ പറ്റിയില്ലെങ്കിൽ അയൽവക്കക്കാരെ കുറിച്ച് പറയും. If you can't criticize the people at home, then you will criticize the neighbors. അല്ലേ പിന്നെ സഭയിലുള്ളവരെ കുറിച്ച് പറയും. Otherwise you will talk about people at church. അപ്പം ക്രിറ്റിസിസം ആണ് നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. Many times the words coming out of our mouths are criticism regardless. പല ഭവനങ്ങളിലും ഓവർ കൺട്രോളാണ്. In many homes there is over control. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഒരുപാട് കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. There are many things I want to mention, but I will come back later. നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയമില്ല, അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് ഇന്ന് പകലെ ഞാൻ പറയാം. And we don't have a lot of time, so I'm going to summarize what I want to say. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു വലിയ മിഷൻ, ഒരു സെന്ററാ, മിഷൻ സെന്ററാ.
Just like I reminded you last week, our home should be a mission center. ദൈവം ഏൽപ്പിച്ച ഒരു മിഷൻ ചെയ്യുന്ന ഏറ്റവും അതിന്റെ ലോഞ്ചിങ് പാഡ് തന്നെ നമ്മുടെ കുടുംബമാണ്. Our home should be a launching pad to launch our children to greater things. അപ്പൊ നെഗറ്റീവ് പേരന്റിംഗ് കൊണ്ട് നമ്മൾ ആ മിഷൻ നഷ്ടമാക്കുക. Because of the negative parent, that we are destroying the mission God has given us. നെഗറ്റീവ് പേരന്റിംഗ് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇമോഷണൽ മെന്റൽ ഹെൽത്ത് ഏരിയാസിനെ നമ്മൾ stunted ആക്കുക, വളരാൻ അനുവദിക്കാതെ. And we stunt our children's growth, the positive emotional growth, because of the negative consequences. അനേക ബിഹേവിയറൽ പ്രോബ്ലംസ് കുഞ്ഞുങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ കാരണം നെഗറ്റീവ് പേരന്റിംഗ് ആണ്. Many children exhibit negative behavioral problems because of the negative parenting at home. അനേക കുഞ്ഞുങ്ങളുടെ അണ്ടർ ഡെവലപ്ഡ് സോഷ്യൽ സ്കിൽസ് നെഗറ്റീവ് പേരന്റിംഗ് ഉണ്ട്. And children exhibit negative social behaviors because of poor parenting. ആളുകളോട് സംസാരിക്കാത്ത, ഇടപെടാത്ത, മാറി നിൽക്കുന്ന, ഇൻട്രോവേർട്സ് ആകുന്ന, പലപ്പോഴും എല്ലാം അങ്ങനെയാണെന്നല്ല, ബട്ട് പലപ്പോഴും അതിന്റെ കാരണം നെഗറ്റീവ് പേരന്റിംഗ്. Often, not always, children become lonely and don't interact with people, don't have the social skills because of the parenting problem. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ അവർക്ക് മികവ് പുലർത്താൻ കഴിയാതെ വരുന്നത് നെഗറ്റീവ് പേരന്റിംഗ്. And children are not able to excel in their education because of negative parenting. ഇവിടെയുള്ള പേരന്റ്സിനെ എല്ലാം കുറ്റപ്പെടുത്തി കുഞ്ഞുങ്ങളെ ഉയർത്താനായിട്ടല്ല ഞാൻ പറയുന്നത്. I am not saying this to accuse all the parents and to elevate children. നമുക്കെല്ലാം പഠിക്കാനുണ്ട്. We all have lessons learned to ഞങ്ങൾ be ഇപ്പോഴും learned, പഠിച്ചുകൊണ്ടിരിക്കുക. and we are continuing to learn those. കുഞ്ഞുങ്ങൾക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അതിന്റെ ഒരു കാരണം നമ്മുടെ നെഗറ്റീവ് പാരന്റിംഗ്. And negative parenting also causes learning disabilities for children. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഭവനത്തില് മാതാപിതാക്കളോട് ഒരുമിച്ച്, പ്രായമുള്ള മാതാപിതാക്കളോട് ഒരുമിച്ച് താമസിക്കുന്ന മക്കള്, അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. And in a home there was older children living with their elderly parents. അപ്പോൾ ഈ ഭക്ഷണ സമയത്ത് ചെറുപ്പക്കാരായ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. And so the younger children are living with the eating meals with their parents. എന്നാൽ പ്രായമായ മാതാപിതാക്കൾക്ക് അവർ കഴിച്ചതിന് ശേഷം ചിരട്ടപ്പാത്രങ്ങളിൽ അല്ലെങ്കിൽ മരപ്പാത്രങ്ങളിൽ അവർ പിന്നീട് ഭക്ഷണം കൊടുക്കും. And so the older parents, after they have eaten, they given them food in the wooden utensils. അപ്പോൾ ഒരു ദിവസം ഇവർ നോക്കിയപ്പം അവരുടെ മക്കളിൽ, കൊച്ചു മക്കളിൽ ഒരാളിരുന്ന് ഒരു പാത്രം, മരത്തിന്റെ പാത്രം ഇങ്ങനെ ചെത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. And so one of the days they noticed the young child was making a vessel of utensil of wood. അപ്പോൾ മാതാപിതാക്കൾ ചോദിച്ചു, മോനെ നീ എന്തോ ചെയ്യുന്നത്, എന്തിനാ ഈ ചെയ്യുന്നത്? So the parents asked, what are you doing? അപ്പോൾ കൊച്ചു പറഞ്ഞു, പ്രായമാകുമ്പോൾ നിങ്ങൾക്കും കഴിക്കാൻ തരാനായിട്ട് ഞാൻ ഓൾറെഡി പാത്രം ഉണ്ടാക്കുക. And so the child said, I'm making a utensil for you. As you get old, I'm going to give you this. അപ്പോൾ നമ്മുടെ പേരന്റിങ്ങിൽ ഒരു പാറ്റേൺ നമ്മൾ കാണിച്ചു കൊടുക്കുക നമ്മുടെ മക്കൾക്ക്. So oftentimes we are setting up a pattern or showing an example to our children. എങ്ങനെയാ മാതാപിതാക്കളെ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാ സിബ്ലിങ്സിനെ, കുടുംബാംഗങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് പാറ്റേൺ കാണിച്ചു കൊടുക്കുക. You are developing a pattern or showing a pattern to your children how to treat others and treat your parents. ക്രിറ്റിസിസത്തിന്റെ മധ്യത്തിൽ വളരുന്നവര് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. If you grow up criticize, and they will develop to be critical people. വീട്ടിൽ വഴക്കും സംഘർഷവുമായിട്ട് മാത്രം വളരുന്നവര് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. If there's always fighting and tension at home, then they will emulate that. നെഗറ്റീവ് പേഴ്സണാലിറ്റീസിനെ മാത്രം കണ്ടു വളരുന്നവര് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അവരുടെ If they ഭാവി. only see negative personalities at home, they will continue to be negative. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു പശ്ചാത്തലത്തിൽ വളരുന്നവർ അത് തന്നെ അവരുടെ ജീവിതത്തിലും ഇങ്ങനെ പുറത്തു വന്നു. And if you grow up in hate and all this battle going on at home, they will develop that as they get older. നിങ്ങൾ എത്ര പേര് സീരിയസ് ആയിട്ട് എന്നെ കേൾക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. How many of you, I don't know, take this message seriously? അറിഞ്ഞും അറിയാതെയും നമ്മളെല്ലാം ഒരു പാറ്റേൺ കാണിച്ചു കൊടുക്കുക. Knowingly or unknowingly, you are setting up a pattern for your children. ഓരോ വാക്കും ഇമ്പോർട്ടൻ്റാ. Every word comes out of your mouth is very important. നമ്മുടെ ഇടപാടുകൾ വളരെ വളരെ പ്രാധാന്യം. Our actions and our words matter. എങ്ങനെയുള്ള പാറ്റേണാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? So what kind of pattern are we setting for our children? നെഗറ്റീവ് പാരന്റിംഗ് മാത്രമല്ല, പോസിറ്റീവ് പാരന്റിംഗും ഉണ്ട്. There are positive parenting as well as negative parenting. അപ്പം പോസിറ്റീവ് പാരന്റിംഗ് ഉള്ള കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ, Those homes that children see positive parenting, അവരെ സ്ട്രോങ് ആയിട്ട്, വളരെ ശക്തരായിട്ട് അവർ വളരും.
അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കാണും, അവരിൽ തന്നെയുള്ളൊരു വിശ്വാസവും ധൈര്യവും കാണും. They become strong personalities and they will exhibit positive and self-confidence. അവർക്കും ചലഞ്ചസ് വരും, അവർക്കും പ്രോബ്ലംസ് വരും. They will also face problems and challenges. പക്ഷേ അതിനെല്ലാം നേരിടാനുള്ള ഹെൽത്തി ഇമോഷൻസ് അവർക്ക് കാണും. But they will have the healthy emotion to deal with those problems. അവർക്ക് നഷ്ടങ്ങൾ വരുമല്ലോ, കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമല്ലോ. They will also have suffering and losses and pain. പക്ഷേ ഹെൽത്തി ഇമോഷൻസ് ആ. But they deal with those with the healthy emotions. അതിനെ നേരിടുമ്പോൾ ഒരു എക്സ്ട്രീമിലേക്കും അവർ പോകത്തില്ല. They will not go to any extremes, but they will stay on the straight path when they deal with those ഒരു issues. തുലനാത്മകത അവർ പാലിക്കും. And they will find a balance when we are dealing with those issues. അവർക്ക് ഒരു ഹെൽത്തി ബിഹേവിയർ ഉണ്ടാകും. അവരുടെ ആചരണങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ഇടപാടുകളിൽ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ. In their actions, in their giving and receiving, they will show healthy emotion. മറ്റുള്ളവരുമായിട്ട് ഹെൽത്തി റിലേഷൻഷിപ്സ് കാണും. And they will have healthy relationship with others. എൻ്റെ വാക്കുകളെ എനിക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം, അധികം സമയമില്ല. We want to conclude quickly. അതുകൊണ്ട് ഞാൻ മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ നിരാശപ്പെടുത്തി അവസാനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. I don't want to conclude with the negative words this morning. സോ വളരെ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കും. I want to remind you some important aspects. ഇവിടെയുള്ള പേരൻസ് ആരും നിരാശരായി പോകരുത്. I don't want any of our parents here to be disappointed. കാരണം നമ്മുടെ പേരന്റിങ്ങിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, if you had any drawbacks in your parenting, അതിനെ ഓർത്ത് നിരാശപ്പെടുന്നതിന് പകരമായിട്ട്, instead of worrying about that, it's things that you can't correct. ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കാം, ദൈവമാണ് നമ്മുടെ ശക്തി, നമ്മുടെ ബലഹീനതയെ നമ്മെ ബലപ്പെടുത്തുന്നവൻ. Let us remember that our God is the one strengthens in our feeble conditions. നമ്മുടെ നഷ്ടങ്ങൾ, നമുക്ക് സംഭവിച്ച വലിയ തീരാ നഷ്ടങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനെ പോലും മടക്കി തരുവാൻ നമ്മുടെ ദൈവം കഴിയുന്നവൻ. He is able to restore the great losses we have encountered in our life. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? ഹല്ലേലൂയ. Hallelujah. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. That is why Paul said, my grace is sufficient for you. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. My strength shows up in weakness. നമ്മളിൽ അനേകർക്ക് ഇന്ന് രാവിലെ വളരെ വീക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, if you are feeling weak or feeble this morning, കർത്താവിനോട് പറയാം, കർത്താവേ, പേരന്റിങ്ങിനെ കുറിച്ച് പലപ്പോഴും ഞാൻ മറന്നുപോയി. Father, I have not have forgotten about this parenting. എൻ്റെ തിരഞ്ഞെടുപ്പുകളിലും എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ വാക്കുകളിലും അതിൻ്റെ പ്രാധാന്യം തെളിയിച്ച് കാണിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. In my choices, in my actions, in my words, I haven't been able to prove you that good parenting skills. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്റെ കൃപ ധാരാളമായിട്ട് എന്നിൽ. But this morning I rely on you. You rely on your Holy Spirit, but pour that into me. God will provide strength in our weakness. നമ്മുടെ വീക്ക്നെസ്സിൽ ദൈവം ബലം നൽകി തരും. ഇന്ന് നമ്മൾ ഒത്തിരി അശക്തരായിട്ട് ബലഹീനരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മോട് തന്നെ പറയാം, God's grace is enough for me. If you are feeling weak and not able to understand this, but trust the Lord that His grace is enough for us. എത്ര പേര് പറയും God's grace is enough? How many of you will say that His grace is enough for us? God's grace is enough. God's grace is enough for us. നമ്മുടെ ഫാമിലികൾ ഒരു മിഷൻ സെന്റർ ആയിട്ട് മാറണം. Let our families become mission centers. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുന്ന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ തീരണം. Let our families will be a place where that God's purpose will be fulfilled. ഹല്ലേലൂയ. Amen. ഒത്തിരി നഷ്ടങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇനി എവിടുന്നാ ഞാൻ പണിയുന്നത്? When you feel a failure, where do you start from? അപ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ കരുണ തീർന്നു പോയിട്ടില്ല. Know that His grace has never run out. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, In Lamentations that we read, നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. Because of the Lord's great love, we are not consumed, for His compassion never fails. നമ്മൾ ഒരുപാട് നഷ്ടങ്ങളിൽ കൂടെ പോയെന്നുള്ള പ്രയാസത്തോടെ ഇന്ന് രാവിലെ ആയിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, കർത്താവിന്റെ കരുണ തീർന്നു പോയിട്ടില്ല. If you have gone through great losses in your life, know that His mercy endures forever. അതുകൊണ്ട് വീണ്ടും നമുക്ക് അവനിൽ ആശ്രയിക്കാം. Let us continue to trust Him. അവിടെ പ്രവാചകൻ പറയുന്നുണ്ട്, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. And His faithfulness is new every morning, it says, prophet says. ഇന്ന് നമ്മുടെ കുടുംബത്തിനായി
പുതിയ കരുണ കർത്താവിന്റെ പക്കലുണ്ട്. But for our families, there's great faithfulness every morning for us. അവന്റെ പ്രവൃത്തിയുടെ പുതിയ വെളിപ്പാട് ഇന്ന് പക്കൽ കർത്താവ് നമുക്ക് He നൽകും. will give you new revelations of His power. സോ ദൈവത്തിന്റെ കരുണ തീർന്നു പോയിട്ടില്ല. Because His grace and compassion will never end. നമ്മോടുള്ള അവന്റെ കരുണ വലിയതല്ലോ. His love towards us is great. ഹല്ലേലൂയ. Hallelujah. നാലാമത് നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മുടെ നഷ്ടങ്ങളുടെ മധ്യത്തെ നമ്മൾ ഓർത്തുകൊള്ളണം, ഗോഡ് ഹാസ് പ്രൊവൈഡഡ് എ സപ്പോർട്ട് സിസ്റ്റം. കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു നമ്മെ സപ്പോർട്ട് ചെയ്ത് ബലപ്പെടുത്താനായിട്ടുള്ളൊരു സിസ്റ്റം തന്നെ, റിസോഴ്സസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. And also know in our dealings with that, God has provided a support system for us to thrive. നമ്മുടെ ഫാമിലി അതിനുള്ള ഒരു മാർഗമാണ്. Our family is a means for that. നമ്മുടെ ചർച്ച് അതിനുള്ള മാർഗമാണ്. And our church is a resource for that. അതുകൊണ്ടാണ് പലർക്കും പല കൃപാവരങ്ങൾ കർത്താവ് And നൽകിയിരിക്കുന്നത്. that is why God has given different gifts to each one of us. വിവിധങ്ങളായിട്ടുള്ള കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ എന്ന ദൈവത്തിന്റെ വചനം. The word of God says, use your gifts to edify and equip others. കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണ്. And just like that in the family as well. ഭർത്താവിനില്ലാത്ത പല വരങ്ങളും ഭാര്യയ്ക്കുണ്ട്. The wife has gifts that the husband does not. മാതാപിതാക്കൾക്കില്ലാത്ത വരങ്ങളും ദാനങ്ങളും മക്കൾക്കുണ്ട്. The children has gifts that the mothers have not received. ചർച്ചിൽ അങ്ങനെയാ. And they're the same way in church. അതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിച്ചോണം. Because of that, use the gifts to edify and equip each other. അന്യോന്യം ബലപ്പെടുത്തിക്കൊള്ളണം. And to strengthen each other. അപ്പൊ ഒരു സപ്പോർട്ട് സിസ്റ്റത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ So മഹത്വപ്പെടുത്താം. let us thank God for the support system we have. എനിക്ക് അറിഞ്ഞുകൂടാതിരുന്ന് പറഞ്ഞു തരാനും എന്നെ പുലർത്താനും എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാനും എന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നല്ലോ. And my parents were there to talk to me about things that I did not know and bring me up to this point. എന്നെ പഠിപ്പിക്കുവാൻ എന്റെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നല്ലോ. I had given great teachers to teach me. എന്റെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്ത എത്രയോ പേരെ ഞാൻ കാണുന്നു. I see so many people involved or influenced my life. ഞാൻ എന്റെ കുടുംബത്തിൽ പറയാറുണ്ട്, മക്കളോടും എന്റെ ഭാര്യയോടും ഒക്കെ പറയാറുണ്ട്. I often say this to my children and my wife. ഇത്രയും വന്നത്, ഇവിടെ വരെ വന്നത് അനേകർ കൂടെ നിന്നതുകൊണ്ടാ. We have come this far because many people stood with us. ഓൾ ദ വേ ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. I had a great support system all the way. വീണു പോകാമായിരുന്നു. We could have been fallen. താങ്ങുന്ന കരങ്ങൾ ഉണ്ടായി. There were hands that lifted us up. പകച്ചു നിന്ന സമയങ്ങളുണ്ട്. There were times we were perplexed. വഴി കാണിച്ചു തരാൻ ആളുകൾ There ഉണ്ടായിരുന്നു. were people to show the way. ബലഹീനരെന്ന് ഓർത്ത സമയങ്ങളുണ്ട്. There were times we thought we were weak. പക്ഷെ കരം പിടിച്ച് നടത്തുന്നവരുണ്ടായിരുന്നു. But there were people who held our hands and walked with us. സപ്പോർട്ട് സിസ്റ്റത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് I thank God for the support system I received. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. His grace is forever. അവൻ വലിയൊരു സപ്പോർട്ട് നമുക്ക് നൽകിയിരിക്കുക. And He has given us great support. അവന്റെ കൃപ നമ്മെ ദിനംതോറും മൂടിക്കൊണ്ടിരിക്കുക. His grace covers us every day. എന്നിട്ട് നമ്മോട് പറയും, എന്റെ കൃപ നിനക്ക് മതി. And then He says, my grace is sufficient കഷ്ടങ്ങൾ for you. നീങ്ങിപ്പോയത് കൊണ്ടല്ല. Not because our burdens were taken away. കഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. We have burdens even today. പ്രയാസങ്ങളിൽ കൂടെ ഇപ്പോഴും We go കടന്നുപോയിക്കൊണ്ടിരിക്കുക. through difficulties even today. വല്ലാത്ത ആഴിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. We're going through fire every day. പക്ഷേ അതിന്റെ മധ്യത്തിൽ ഈ ശബ്ദം കേൾക്കാം. But among all those difficulties, we hear this voice. മകനെ, എന്റെ കൃപ നിനക്കും. Son, my grace is sufficient for you. നമുക്ക് എന്തോ വേണ്ടത്? What do we need? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സപ്പോർട്ട് സിസ്റ്റം ഓർത്ത് ദൈവത്തിന് മഹത്വം I കരയറ്റാം. thank God for this support system every one of us have been received. ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. There is something that I thank God for more than anything else. That is, God works in spite of us, not only through us. നമ്മൾ കൂടെ മാത്രമല്ല, നമ്മൾ വിചാരിക്കാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യും. നമ്മുടെ കുറവുകളൊക്കെ ആയിരുന്നെങ്കിലും ഒരു സാധ്യതയില്ലായിരുന്നു നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ. Even though we have no possibilities, if you considered our own nature, there was no way He would bless us. നിങ്ങളിൽ എത്ര പേര് എന്നോട് കൂടി എഗ്രി ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how many of you will agree with me. എന്നെ നോക്കുമ്പോൾ എനിക്ക് അതേ പറയാൻ പറ്റും. That's the only thing I can look at myself and say. ഒരു സാധ്യതയില്ലായിരുന്നു എനിക്ക്. There was no qualities in me. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒരു സാധ്യതയില്ല. I had no possibility of standing in front of ഈ you. വചനം എടുക്കാൻ സാധ്യതയില്ല. I had no right to take this word. ഒരു സാധ്യതയില്ലാതിരുന്നിടത്ത്. There was no possibilities. In spite of my weaknesses, എൻ്റെ കുറവുകളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ, Even though I had all these weaknesses, എന്നെ സ്നേഹിച്ച ഒരു കർത്താവ്, a Lord who loved me, തീർന്നു പോകാത്ത കരുണ വെളിപ്പെടുത്തിയ ഒരു കർത്താവ്, His everlasting mercy has revealed to me.
അതുകൊണ്ട് മറ്റുള്ളവർ എന്തെല്ലാം പറഞ്ഞാലും പ്രയാസപ്പെടരുത്, So ഭാരപ്പെടരുത്. regardless of what others say about you, don't worry. കർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ കുറവുകളെ അല്ല നോക്കുന്നത്. He's not looking at your faults and problems. നമ്മളെ പിന്നെ എങ്ങനെ കൃപയാൽ മൂടാമെന്നാണ് നോക്കുന്നത്. He's looking to how he can cover you more in his grace. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ, Just like I often repeated, 1 രൂപയുടെ പ്രശ്നത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ when you go through a 1 rupee problem, 2 രൂപയുടെ കൃപയിൽ അവൻ പൊതിഞ്ഞാ തരുന്നത്. he will wrap that in 2 rupee grace and give it to you. പരീക്ഷകൾ അനുവദിക്കുമ്പോൾ പോക്കുവഴിയും അവൻ When he gives you trials and tribulations in your life, he will give you exceptions as well. എത്ര പേര് ഇന്ന് കർത്താവിന് മഹത്വം കരയും? How many of you will praise God? പരീക്ഷകൾ വന്നിട്ടുണ്ട്, പക്ഷെ പോക്കുവഴി അവൻ When കാണിച്ചു. you go through temptations, but he will give you way out of it. എന്റെ കുറവുകൾ ഓർക്കാതെ അവൻ എന്നെ അനുഗ്രഹിച്ച്, എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച്, എന്റെ മക്കളെ അനുഗ്രഹിച്ചു. He has blessed me, my family and my children, not thinking about my faults. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ ഓർത്ത് ഭാരപ്പെടാനല്ല, Not worry about your own trials and your own problems. ഇന്ന് രാവിലെയൊക്കെ നമ്മൾ കേട്ടതുപോലെ ഒരു പുതിയ തുടക്കത്തിനായിട്ടുള്ള ദിവസം. Just like we have heard this morning, let us surrender ourselves for a new beginning. ഒരു പുതിയ ആരംഭം കുറിക്കാം. And let us get a new beginning going കുടുംബങ്ങളിൽ forward. ഒരു പുതിയ ആരംഭം ഉണ്ടാകട്ടെ. Let there be a new beginning today in your life. എത്ര പേര് ഒരുക്കുവാ ഇന്ന് രാവിലെ അതിനായിട്ട്? How many of you are preparing yourself for that new beginning? കുടുംബങ്ങളിൽ ഒരു പുതിയ ആരംഭം ഉണ്ടാകണം. In your homes, in your families, there will be a new beginning. സഭയിലെ ഉണർവിന് വേണ്ടിയും സഭയിലെ പുതിയ ആരംഭത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. We often pray for a revival in churches. പക്ഷെ കുടുംബങ്ങളിൽ ഒരു പുതിയ ആരംഭത്തിനായിട്ട് എത്ര പേര് But പ്രാർത്ഥിക്കുന്നു? how many of you will pray for a revival in your home? ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ ഒരു പുതിയ ആരംഭം നടക്കുവാനിടയാകണം. Lord, I want a new revival in my home. ഹല്ലേലൂയ. Amen. അതൊരു ആരാധനാ കേന്ദ്രമായി മാറണം. Let that be a place of worship in your home. പ്രാർത്ഥനയുടെ വേദികൾ കാണപ്പെടണം. And you should see an altar of prayer in your home. ദൈവവചനത്തിന്റെ ശബ്ദത്താൽ നമ്മുടെ കുടുംബങ്ങൾ മുഖരിതമാകണം. In your home there will be echo of God's word should be reflected. അബ്യൂസസും തെറ്റായിട്ടുള്ള വാക്കുകളും ഒന്നും ഒരിക്കലും ഉയരാതെ വണ്ണം. And I pray that no abusive words or wrong words come out of you in your home. സ്തോത്രവും ദൈവത്തിന് മഹത്വവും മാത്രം നിലനിൽക്കുന്ന It സ്ഥാനങ്ങളാകണം. should be a place of worshiping God and glorifying God in your home. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. രണ്ട് കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ അവസാനിപ്പിക്കും. I want to point out a couple more things and close. നമ്മുടെ പേരന്റിങ്, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, There is something we often forget in our parenting. നമ്മുടെ കോളിംഗ് എന്നാ നമ്മൾ മറന്നു പോവുകയാണ്. Oftentimes we forget what our calling is. കുഞ്ഞുങ്ങളുള്ളപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കുഞ്ഞുങ്ങളുടെ ഓണേഴ്സ് ആണ്, ഉടമസ്ഥരാണ്. Many times God gives us children, we think we own them. കുഞ്ഞുങ്ങളുടെ ഉടമസ്ഥരല്ല നമ്മൾ. You are not owners of your children. നമ്മൾ കുഞ്ഞുങ്ങളുടെ സ്റ്റ്യൂവർഡ്സ് മാത്രമാണ്, We are only- കാര്യവിചാരകന്മാർ We are മാത്രമാണ്. only stewards of our children. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that? Hallelujah. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. That is why the word of God says, unless the Lord builds the house, the laborers build in vain. എനിക്ക് മക്കളുണ്ട്, I have children. പക്ഷേ അവരുടെ ഉടമസ്ഥൻ ഞാനല്ല. I am not the owner of them. വെറും വിചാരകനായിട്ട് എന്നെ I am ഏൽപ്പിച്ചിരിക്കുന്നു. only a steward and God has given me that responsibility. ഹല്ലേലൂയ. Hallelujah. നമ്മൾ അവരുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കും. And you are taking oftentimes the ownership of them. അത് നമ്മൾ എടുക്കണ്ട. You don't need to take the ownership. അതിന്റെ ഉടമസ്ഥൻ വേറെയാ. He is the owner of our children. ജീവന്റെ ദാതാവ് വേറെയാ. He is the one, the giver of life. മക്കളെ യഹോവ നൽകുന്ന ദാനവും ഉദരഫലം അവൻ നൽകുന്ന Children പ്രതിഫലവും. are the gift of God, and that is what God has given us. ഞാനല്ല ഉടമസ്ഥൻ, We are not the owners, ഉടമസ്ഥൻ വേറെയാ. and the owner is different. ചില നാളുകളിലേക്ക് വിചാരകത്വം എന്റെ കയ്യിൽ For തന്നതാ. few years he has given them as to steward, as you are the steward. അതിലൊരു ഡിഫറൻസ് ഉണ്ടോ? Is there a difference? എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യും. I will do everything that is given to me. എന്നിട്ട് കർത്താവിനോട് പറയും, Then I will say, Lord, കർത്താവേ, dear Lord, നീ തന്ന മക്കളാ, these are the children you gave me. അവർ നിന്റെ വകയാ. They belong to you. നിന്റെ ഉദ്ദേശങ്ങൾ, നിന്റെ ഹിതം അവരിൽ നിവർത്തീകരിക്കപ്പെടും. Lord, fulfill your purpose in their lives. ഹല്ലേലൂയ. Hallelujah. എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ ആ അത്യാലി അച്ഛനെ കുറിച്ച് കേട്ടിട്ടുള്ള
ഒരു വലിയ സ്റ്റോറിയുണ്ട്. And there's a priest in Kerala that I don't know how many of you heard about this story. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. This is something that happened many years ago. He passed away. ഒരു വലിയ പ്ലേഗ്സ് ഒക്കെ ബാധകളൊക്കെ നടക്കുന്ന ഒരു സമയം. This is a time when great plagues were still existing in India. അദ്ദേഹം ദൂരസ്ഥലത്തേക്ക് തൻ്റെ ഭാര്യ കൊച്ചമ്മയും മക്കളെയും 2 മക്കളായിരുന്നു. എനിക്കൊന്ന് 14 11 ഇതൊരു സംഭവ കഥയായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. I've heard this story. Him and his wife, along with the 2 boys, 11 and 14, would go into a distant place. അവരൊരു സ്ഥലത്ത് താമസിച്ച് ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുക. And they were staying in this location and serving the Lord. അപ്പോൾ ഈ ബാധകൾ വന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. Because of the plague, many people were dying all around them. അന്നത്തെ കാലത്ത് ഒരു പുരോഹിതൻ, ഒരു അച്ഛൻ എന്ന് പറയുന്ന അനേക ഇടവകകളുടെ ചുമതലയുണ്ട്. In those days, one priest would have many churches he would be ഈ overseeing. മരിക്കുന്നിടത്തെല്ലാം ഫ്യൂണറൽ സർവീസിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. So he was going to the funeral service in all these other churches. അപ്പം അദ്ദേഹം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഭവനത്തിൽ മടങ്ങി വരുമ്പോൾ അന്നൊന്നും ഫോണോ സൗകര്യങ്ങളോ അറിയിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. In those days there was no communication or phones, and he would go to funerals and bury people and come home. അദ്ദേഹം മടങ്ങി വന്നു. തൻ്റെ ഭവനത്തിൽ അനേക നാളുകൾക്ക് ശേഷം മടങ്ങി വന്നു. After many days he has come home from visiting other churches. വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇരിക്കുക. After a shower he sat for food. തൻ്റെ ഭാര്യയും ഭക്ഷണത്തിന് തൻ്റെ കൂടെ ഇരുന്നു. So the mother also sat with him. His wife sat with him. സാധാരണ അവർ കഴിക്കാനിരിക്കുമ്പോൾ മക്കൾ വന്ന് അവർക്ക് ഒരു ഉരുള ചോറ് പിതാവ് കൈകൊണ്ട് അവർക്ക് കൊടുക്കും. Usually the father also gives the children some food, but he didn't see the children. മക്കളെ കാണാഞ്ഞപ്പോൾ കൊച്ചമ്മയോട് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, എന്തിയെ മക്കൾ എന്തിയെ, അവരെ വിളിച്ചാട്ടെ. So not seeing the children, he asked his wife, where's the children? Call them. അപ്പം കൊച്ചമ്മ പറഞ്ഞു, അച്ഛൻ കഴിച്ചാട്ടെ, അവര് നേരത്തെ കഴിച്ചതാ. And the wife said, why don't you eat? They have already eaten. ആഹാരമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം അച്ഛനോട് പറയട്ടെ എന്ന് ഭാര്യ പറഞ്ഞു. After the meal, that she said, let me tell you something. 14 വർഷം മുമ്പ് ഒരാൾ എൻ്റെ അടുക്ക വന്നു. He said 14 years ago somebody came to me. ഒരു കാര്യം എൻ്റെ പക്കൽ ഏൽപ്പിച്ചു. Something that they gave me. ഒരു അമൂല്യമായ നിധി എൻ്റെ പക്കൽ ഏൽപ്പിച്ചു. It was a great treasure that person gave ഇത് me. നോക്കിക്കോണോ എന്ന് പറഞ്ഞു. And he said, take care of this treasure. ഇന്നലെ അത് ഞാൻ കാര്യമായിട്ട് നോക്കി. ഇന്നലെ വന്ന് എന്നോട് മടക്കി ചോദിച്ചു. And I took care of that treasure for 14 years. They came and asked me yesterday. ഞാൻ കൊടുക്കണമായിരുന്നോ എന്ന് ചോദിച്ചു. He said, should I have given him back? അച്ഛൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി കൊടുക്കണം. So the father said, yes, you should have given അത് him നമ്മുടെ back. അല്ലല്ലോ, നോക്കാൻ ഏൽപ്പിച്ചതല്ലേ. Because that doesn't belong to us. We were just stewards and given us to take care of. പിന്നെയും പറഞ്ഞു, 11 വർഷം മുമ്പ് വേറൊരാൾ എൻ്റെ അടുക്ക വന്നു. So 11 years ago I received. ആ ആൾ തന്നെ എൻ്റെ അടുക്ക വന്നു. 11 years ago the same person came and gave me another treasure. മറ്റൊരു കാര്യം, മറ്റൊരു അമൂല്യമായ നിധി ഏൽപ്പിച്ചു. I was also given another treasure 11 years ago. ഇന്നലെ അദ്ദേഹം അതും മടക്കി ചോദിച്ചു. And he has also asked that treasure back. ഞാൻ എന്ത് ചെയ്യണം? What should I do? അച്ഛൻ പറഞ്ഞു, നമ്മുടെ അല്ലാത്തത് ഡെഫിനറ്റ് ആയിട്ട് കൊടുക്കണം. So the priest said that doesn't belong to us. We should automatically give back. അച്ഛൻ്റെ കരം പിടിച്ച് ഒരു മുറിയിലേക്ക് ആ കൊച്ചമ്മ തന്റെ ഭാര്യ കൊണ്ടുപോയി. So the wife took him to a room next and took his hand. എന്നിട്ട് വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന 2 മക്കളെ കാണിച്ചു കൊടുത്തു. He showed him the dead bodies of his children that was covered in white linen. കർത്താവ് തന്റെ സന്നിധിയിലേക്ക് മക്കളെ വിളിച്ചു ചേർത്തു. So these children were taken home to be with the Lord. ആ കൊച്ചമ്മയുടെ തന്റെ ഭാര്യയുടെ കരം പിടിച്ച് അവിടെ മുട്ടുകുത്തി. ഇത്രത്തോളം വിവേകമതിയായിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അറിവുള്ള പരിജ്ഞാനമുള്ള ഒരു ഭാര്യ എനിക്ക് തന്നതിനായി സ്തോത്രമെന്ന് പറഞ്ഞ് ആ ദൈവദാസൻ കർത്താവിന് മഹത്വം കരേറ്റി. He took his wife's hand and thanked God that God has given us a woman of God who was wise and had wisdom, and they prayed together. നമ്മുടെ വകയല്ല. So our children does not belong to us. കർത്താവിൻ്റെ വകയാണ്. They belong to God. വിചാരകത്വം മാത്രം നമുക്കുള്ളത്. And we are only asked to be good stewards of them. എത്ര ഭംഗിയോടെ നിർവഹിക്കാൻ പറ്റുമോ ചെയ്തോണം. And the best job you can do in taking care of വലിയ them. സമർപ്പണത്തോടെ അത് ചെയ്തോണം. You do it with great dedication. പക്ഷെ എപ്പോഴും ഓർത്തോണം, ഉടമസ്ഥൻ വേറൊരാളാണ്. But always know our owner is God. ഉടമസ്ഥൻ കർത്താവ് മാത്രമാണ്. And he is the owner of our children.
ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. I want to remind you one more thing and close. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, In Philippians chapter 1 verse 4 we read, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. He who began a good work in you will complete it until the day of Jesus Christ. പാരന്റിംഗ് എന്ന് പറഞ്ഞ ഒരു ജേണിയാണ്. Parenting is a journey. അതിങ്ങനെ ജനിച്ചു വീഴുമ്പോൾ നോക്കുന്നത് മാത്രമല്ല, Not only taking care of them as children, അവരുടെ ഏർലി ചൈൽഡ്ഹുഡിലും അവരുടെ മിഡിൽ ചൈൽഡ്ഹുഡ്, ലാറ്റർ ചൈൽഡ്ഹുഡ്, അഡലസെന്റ് ഏജ്, ഇതിലെല്ലാം അതിനെ തുടർന്ന് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. From birth to adolescence and to the young people as well as the old, that is your responsibility. ഇൻവോൾവ്മെന്റിന്റെ ഗ്രേഡ് മാറി വരുമെന്നേ ഉള്ളൂ. The responsibilities change and the involvement changes. വിവാഹത്തിന് മുമ്പ് എന്റെ മകനോട് ഇടപെടുന്ന പോലെ അല്ല ഇപ്പൊ ഞാൻ ഇടപെടും. I do not deal with my son like before marriage is after marriage. ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ അവൻ എന്നോട് പറയും, പപ്പ ഞാൻ സുഷിയോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് പറയാവുന്നു. My son sometimes tell me that, hey, I want to counsel my wife also before I do that. ഇതൊരു ജേണിയാ. This is a journey. ഇപ്പോഴും അതെന്റെ മകൻ തന്നെയാ. He is still my son. പക്ഷെ ഓൾ ത്രൂ ഒരു ഗ്രേസ് കർത്താവ് തന്നുകൊണ്ടിരിക്കും. And throughout that, God will give us grace. നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. The one who began a good work in us will complete it until the day of Jesus Christ. അതുകൊണ്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത് കേട്ടോ. So don't give up your responsibilities. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, In Galatians we read, നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്. don't give up on. Don't give up in doing good. മടുത്തു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. And if you are not weary, you will reap a good harvest. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വാസമുണ്ട്? How many of you believe that? ഒരുപക്ഷെ മടുപ്പോടെ ഈ ആലയത്തിലേക്ക് കാലുകൾ വെച്ച് ചിലർ കണ്ടേക്കാം. There may be people who came to this place thinking they're becoming weary. എന്താ നടക്കുന്നതെന്ന് തിരിച്ചറിയാതെ അകത്തേക്ക് വന്നവർ കണ്ടേക്കാം. And you may have come here without knowing what's going on. ഇന്ന് പകൽക്കാലം പറയാം, നന്മ ചെയ്യുന്നത് ഞാൻ മടുത്തു പോകത്തില്ല. Today say that I will never grow weary in doing good. പാരന്റിംഗിലെ എന്റെ ദൗത്യം ഞാൻ മറന്നു പോകുകയില്ല. I will never forget my responsibilities as parent. മടുത്തു പോകാതെ ഇരുന്നാൽ, if you do not become weary, ഒരു വലിയ കൊയ്ത്ത് കാണും. there is a great harvest. മക്കളുടെ കാര്യത്തിൽ കൊയ്ത്ത് കാണും. And in your children there will be a great harvest. കുടുംബങ്ങളിൽ കൊയ്ത്ത് കാണും. In your family life there will be a great harvest. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെ ഞാൻ കർത്താവിന്റെ മഹത്വം കരേറ്റുന്നു. And I thank God for this morning. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. Let us surrender ourselves in the hands നമ്മുടെ of കണ്ണുകളെ God. അടയ്ക്കാം. Let us close our eyes. കർത്താവാണ് കൃപ നൽകുന്നത്. And He is the one who gives us grace. കർത്താവാണ് നമുക്ക് ബലം പകരുന്നത്. He is the one who gives us strength. കർത്താവിന്റെ വകയാണ് നമ്മുടെ മക്കള്. Our children belong to Him. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം കർത്താവ് തന്നിട്ടുണ്ട്. God has given us a support system to support them. ദൈവത്തിന്റെ കരുണ ഇന്നും തീർന്നു പോയിട്ടില്ല. His mercy endures forever. അവന്റെ കരുണ അവൈലബിൾ ആണ്. His grace is available. നമുക്ക് കഴിയാത്തത് അവനോട് പറഞ്ഞാൽ മതി. If whatever is insufficient for us, we need to തന്റെ remind. മഹത്വത്തിനായിട്ട് ചെയ്തു തരും. And He will do everything for His glory. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Let us surrender ourselves in the hands of God and everybody pray. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളും ദൈവത്തിന്റെ ഹിതം നിറവേറുന്ന സ്ഥാനങ്ങളായി തീരട്ടെ. I pray that every family will be a places of God's purpose will be fulfilled. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Our Heavenly Father, we thank you for this day. Thank you that we could come into your presence, oh God. You have given us responsibilities as stewards, oh God. Oftentimes we misuse it. We often don't understand the responsibilities God has given to us, Lord. We have made many mistakes, Father. We ask for forgiveness, Lord. But I pray that give us the wisdom from above that you only can give, Father. And those who are listening to us online, Father, I pray that forgive our shortcomings and forgive our iniquities, oh God. Make us worthy to continue to do the right thing, Father. Father, thank you for the blessed children you have given us, the great families you have given us, the great support system you have given us all around us, oh God. We thank you for their lives as well, Father. One day we will stand in front of you, Lord. Help us to hear that well done, faithful servant. That is what we want to hear, Father. Until then, Lord, you keep us in your grace, in your mercy, in your protection, Lord. Thank you for enabling your servant to bring the word this morning, Father.
Help us to continue to understand family is important to you. You created us in your image, oh God, that you will continue to help us walk this path, oh God. Thank you once again. Give us a great week ahead. In Jesus Christ, our Lord's precious name we pray. Amen. Amen.